കോതമംഗലം തങ്കളത്തെ ജവഹർ കോളനിയുടെ സംരക്ഷണ ഭിത്തി തകർച്ചയുടെ വക്കിലെന്ന് പരാതി. തകർച്ചയുണ്ടായാൽ വീടുകൾ ഉൾപ്പെടെ നിലം പൊത്താം. കോളനിയോട് ചേർന്നുള്ള തോടിന്റെ പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കുമെന്ന ഉറപ്പ് അധികാരികൾ പാലിച്ചില്ലെന്നും കോളനി നിവാസികൾ പറഞ്ഞു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 1-ാം വാർഡിൽ തൃക്കാരിയൂർ തോടിന്റെ കരയിലാണ് ജവഹർ കോളനി സ്ഥിതി ചെയ്യുന്നത്. തോടിനെയും കോളനിയെയും തമ്മിൽ വേർതിരിക്കുന്ന കരിങ്കൽ കെട്ടാണ് തകർച്ചയുടെ വക്കിലുള്ളത്. കല്ലുകൾ ഇളകി ബലക്ഷയം സംഭവിച്ച സംരക്ഷണ ഭിത്തി ഏതു സമയത്തും തകർന്നു വീഴുമെന്ന ആശങ്കയിലാണ് കോളനി നിവാസികൾ. കോളനിയിലെ ഏതാനും വീടുകളും സംരക്ഷണ ഭിത്തിക്കൊപ്പം നിലം പൊത്താം. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിൽ പിന്നീട് അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല. കരിങ്കൽ കെട്ടിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ചും അറ്റകുറ്റപ്പണി നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പലതവണ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കോളനി നിവാസികൾ പറയുന്നു. ഇത് കഴിഞ്ഞൊരു 20 വർഷക്കാലത്തോളം പഴക്കമുള്ള ഒരു DR കെട്ട് ഈ തോടിൻ്റെ സംരക്ഷണ ഭിത്തിയാണിത്. ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഇത്രയും മോശമായിട്ടും നമ്മൾ ഇത് മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പൽ കൗൺസിലർമാരുടെ അടുത്തും MLA അടുത്തും അതുപോലെ തന്നെ മൈനർ ആൻഡ് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നിരവധി പ്രാവശ്യം നമ്മൾ പരാതിപ്പെട്ടതാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന ഈ DR കെട്ട് ഏകദേശം 6 വർഷമായിട്ടുള്ളൂ പണിതിട്ട്. ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ ഇത് പണിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ടിരുന്ന മണ്ണിന് പകരം ഇവരിട്ടത് ഈ പാറപ്പൊടി കഴുകി വരുന്ന ക്ലേ ആയിരുന്നു. ആ ക്ലേ ഒഴുകിപ്പോയി ഇന്ന് ഈ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥയും വളരെ ശോചനീയമാണ്. ഈ കോതമംഗലം പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്, കാലാകാലങ്ങളായിട്ട് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് ഈ ജവഹർ കോളനി. വരുന്ന വർഷങ്ങളിലും വീണ്ടും വെള്ളം കയറുമ്പോൾ ഈ DR കെട്ട് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ സൈഡിലുള്ള എല്ലാ വീടുകളും ഇടിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട്. അത്രയും ശോചനീയ അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. മഴക്കാലത്ത് തോട് കരകവിഞ്ഞ് കോളനിയാകെ വെള്ളത്തിലാകാറുണ്ട്. ഇതിന് പരിഹാരമായി പുറമ്പോക്ക് ഒഴിപ്പിച്ച് തോടിന് ആഴവും വീതിയും കൂട്ടാമെന്ന് 2018-ലെ പ്രളയത്തിന് ശേഷം അധികാരികൾ ഉറപ്പു നൽകിയിരുന്നു. ഇതിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് മറ്റൊരു പരാതി. കോളനി നിവാസികളെ പറഞ്ഞ് പറ്റിക്കുകയാണ് അധികാരികൾ ചെയ്യുന്നതെന്നാണ് ആക്ഷേപം. തോടിന്റെ പുറമ്പോക്ക് ഭാഗം ഈ തോട്ടിന്റെ പുറമ്പോക്ക് അളന്നു തിട്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് 2018-ലെ മഹാപ്രളയകാലത്ത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ വെച്ച് MLA-യുടെയും മുനിസിപ്പൽ ഭരണാധികാരികളുടെയും താലൂക്ക് വില്ലേജ് ഉദ്യോഗസ്ഥരുടെയും മധ്യസ്ഥയിൽ ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ കൃത്യമായിട്ട് ഈ തോടിൻ്റെ പുറമ്പോക്ക് അളന്നു തിരിച്ച് ഈ തോടിൻ്റെ യഥാർത്ഥ വീതിയും യഥാർത്ഥ ആഴവും കണ്ടെത്താമെന്ന് ഈ കോളനിയിലെ ആളുകൾക്ക് MLA ആൻ്റണി ജോണും അതുപോലെ തന്നെ അന്നത്തെ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന KN ഔഷാദും ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അതിനുശേഷം ഒരിക്കൽ പോലും ഇതിനകത്ത് അളക്കാനോ തിരിക്കാനോ അവർ വന്നിട്ടില്ല. മാത്രമല്ല, ഒരു വർഷത്തിന് മുന്നെയാണ് ഈ തോട്ടിൽ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർക്ക് നടക്കുകയും ആ സമയത്ത് ഞങ്ങൾ വീണ്ടും ഇത് പരാതിപ്പെടുകയും കൗൺസിലർ ഇവിടെ വരികയും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിക്കുകയും അവരിതിൻ്റെ ലിത്തോ പ്ലാൻ എടുത്ത് കൃത്യമായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരാൾ പോലും വന്ന് ഇത് അളക്കുകയോ ഇതിൻ്റെ തോട് പുറമ്പോക്ക് അളന്ന് തിരിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കോളനിയിലെ ആളുകളെ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് വേണം തന്നെ പറയാം. സമീപത്തുള്ള 2 കുളിക്കടവുകളുടെയും അവസ്ഥയും ദയനീയമാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഇവിടെ കുളിക്കാനും അലക്കാനുമെല്ലാം ബുദ്ധിമുട്ടാണ്. ഇക്കാര്യവും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു ഫലവുമില്ലെന്നും താമസക്കാർ പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.